ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖിലാഫത്തും മെറിറ്റോക്രസിയും തമ്മിൽ എന്ന വിഷയമാണ്. മനുഷ്യരാശി തുടങ്ങിയത് മുതൽ തന്നെ ഭരണകർത്താക്കളും ഭരണശിരാ കേന്ദ്രങ്ങളും ഭരണാധിപന്മാരും ലോകത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഇത്തരം ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഖിലാഫത്ത്. പലതരത്തിലും വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഖിലാഫത്ത് എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ തന്നെ പഴിചാരാൻ പലരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കായിട്ട് നമുക്കിന്ന് ഖിലാഫത്തിനെ കാണാൻ സാധിക്കും. അവർക്ക് മുമ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഖിലാഫത്ത് എന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നും അതിന് പകരമായി ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭരണ രീതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മെറിറ്റോക്രസി എന്ന് പറയുന്ന വിഷയം. അതിനെ ആമുഖമായി പറയുകയാണെങ്കിൽ മെറിറ്റോക്രസി എന്നുള്ളത് ഒരാളുടെ കഴിവിനെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണെങ്കിൽ, ഖിലാഫത്ത് എന്നുള്ളത് തീർത്തും തഖ്വയെയും നീതിബോധങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രീതിശാസ്ത്രമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല ഉസ്താദ് അവറുകളാണ്. ഉസ്താദിന് ഈ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാവരും അറിയുന്നത് പോലെ മതരാഷ്ട്രവാദവും ഖിലാഫത്തും എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട് എന്നുള്ളത് ഈ ചർച്ച എത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഈ ഉസ്താദിനെ കൊണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കാതെ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഖിലാഫത്ത്, എന്താണ് മെറിറ്റോക്രസി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായി ഉസ്താദിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് ഒരു ചർച്ചയാണ്. നിങ്ങളുടെ സീനിയറും സുഹൃത്തുമായ നിയാസ് സുറൈജിയിൽ നിന്നും നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചോദ്യങ്ങൾക്കുപരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഖലഫ എന്നുള്ള പദത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് പിന്തുടർച്ചാവകാശം കൊടുക്കുക അല്ലെങ്കിൽ പിന്തിപ്പിക്കുക എന്നൊക്കെ ഉള്ള വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇന്ന് നമ്മൾ ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായി, ലോക മുസ്ലിങ്ങളുടെ നേതാവായി, ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും അവരുടെ ദീനും ദുന്യാവും നയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഖലീഫയെ അവരോധിക്കുകയും ആ ഖലീഫ ജനങ്ങളെ ഭരണം നടത്തി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നൽകി മുസ്ലിം ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥിതി, ഇതിനാണ് നമ്മൾ ഖിലാഫത്ത് എന്ന് പറയുക. നമ്മുടെ കിതാബുകളിൽ ഖിലാഫത്തിനൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ജൗഹറത്തു തൗഹീദ് എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഖിലാഫത്തിനെ കുറിച്ച് ചെറുതായി പറഞ്ഞു പോകുന്നുണ്ട്. അതിലെല്ലാം ചെറുതായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അതിൽ പറയേണ്ടതുപോലെ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ കുട്ടികൾക്ക് അവരെ കിതാബ് ശറഹുൽ അഖായിദിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ ഓതുന്ന മുത്തവൽ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ തുഹ്ഫൻ്റെ 9-ാം ഭാഗത്തുണ്ട്, മഹല്ലയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്, ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഡെഫിനിഷൻ കാണുക, സിയാസത്തു ദുന്യ, റിയാസത്തു ദീനി വ സിയാസത്തു ദുന്യ എന്നുള്ളതാണ്. ദുന്യാവിൻ്റെ നേതൃത്വം, അതുപോലെ ദീനിൻ്റെ നേതൃത്വം, ഇത് രണ്ടും നിർവഹിക്കുന്ന ഭരണവ്യവസ്ഥിതിക്കാണ് ഖിലാഫത്ത് എന്ന് പറയുക.
അപ്പോൾ മെറിറ്റോക്രസി എന്ന് പറഞ്ഞാൽ മെറിറ്റിൻ്റെ ബേസിൽ ഖിലാഫത്തിലാവട്ടെ, ഡെമോക്രസിയിലാവട്ടെ, ഇനി എംപ്ലോയ്മെൻറ്റിലാവട്ടെ, എവിടെയാണെങ്കിലും മെറിറ്റിൻ്റെ ബേസിൽ ഒരാൾ അവരോധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് സാധാരണഗതിയിൽ മെറിറ്റോക്രസി എന്ന് പറയുക. അപ്പോൾ ഖിലാഫത്തിൻ്റെ ഭരണവ്യവസ്ഥതയിൽ മെറിറ്റോക്രസി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ രാജാവാക്കുന്നു അല്ലെങ്കിൽ ഭരണാധിപനാക്കുന്നു. ഇതിനാണ് മെറിറ്റോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഖിലാഫത്തിന് ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ എല്ലാം കൂടിയും പറയുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഖിലാഫത്ത് യഥാർത്ഥത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകുക. ഖലീഫക്ക് ഉള്ള ഷർത്തുകൾ നമ്മുടെ മിൻഹാജ്, നവീമാമിൻ്റെ മിൻഹാജിൻ്റെ മത്തിനിൽ തന്നെ നിങ്ങൾക്ക് ഖലീഫൻ്റെ ഷർത്തുകൾ കാണാൻ കഴിയും. അപ്പോൾ ചെറുഹം കൂടി നോക്കിയാൽ അത് ശരിക്കും താമാവും. അതിൽ ഒന്നാമത് പറയുന്നത് ഖലീഫ മുസ്ലിം ആവണം എന്നുള്ളതാണ്. കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കാഫിറായ ഒരു ഖലീഫനെ പറ്റൂല. പിന്നെ ഖലീഫ നല്ല ശജാഅത്തുള്ള ആളാവണം, ഖലീഫ ഖുറൈശി ആവണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിനിടയിൽ നവീമാവ് പറയുന്നുണ്ട്, ലോകത്തെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഖലീഫ മുജ്തഹിദാവണം. മുജ്തഹിദാവണം എന്ന് പറഞ്ഞാൽ മുത്തലക്ക് മുജ്തഹിദ് തന്നെ ആവണം എന്നില്ല, മുൻതസിബോ അല്ലെങ്കിൽ മുജ്തഹിദുൽ ഫത്വ വത്തർജീഹ് എങ്കിലും ആവണം എന്ന് അതിന് ശറഹ് കാണാം. അപ്പോൾ ഇങ്ങനെ ലോകത്ത് ഒരു ഖലീഫയെ നിയമിക്കാൻ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലേ പാടുള്ളൂ എന്ന് നമ്മുടെ അയിമ്മത്തും എല്ലാം ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ഇപ്പം ഞങ്ങളെ രണ്ടാളും മുസ്ലിങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തു നോക്കുക. രണ്ട് ഓപ്ഷനിലേക്ക് എത്തി. രണ്ടാളും മുജ്തഹിദീങ്ങളാണ്, ഖുറൈശിയാണ്, രണ്ടാളും മുസ്ലിമാണ്, നല്ല ശജാഅത്തൊക്കെ ഒരുപോലെ ഉണ്ട്. എങ്കിൽ പിന്നെ പോലും കൂടുതൽ മെറിറ്റ് നോക്കിയിട്ട് ആരാണ്. അപ്പോൾ മെറിറ്റ് നോക്കുമ്പോൾ അതിൽ കൂടുതൽ ജനസ്വാധീനം ആർക്കാണ് കിട്ടുക? അതൊരു മെറിറ്റ് ആണല്ലോ. കാരണം ഖലീഫ എന്നുള്ളത് ജനങ്ങളെ നിയന്ത്രിക്കേണ്ട ആളാണ്. അപ്പോൾ സ്വാധീനം എന്നുള്ളതൊരു മെറിറ്റാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഖലീഫയെ നിയമിക്കാവൂ എന്നാണ് ഇസ്ലാമിക ഫിഖ്ഹും അതുപോലെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മെറിറ്റോക്രസി എന്നുള്ളത് ഖിലാഫത്തിൻ്റെ പുറത്തുള്ളൊരു സങ്കല്പമല്ല. ഖിലാഫത്തിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ ഖലീഫയെ നിയമിക്കാവൂ എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നയം. ഇസ്ലാമിലെ ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖിലാഫത്തിനെ സംബന്ധിച്ച് നമ്മൾ കിതാബുകളിലൊക്കെ ഒന്ന് കണ്ണോടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഖിലാഫത്തിന് എന്തുകൊണ്ടും ഇവിടെ മെറിറ്റിന് പുറമേ തന്നെ ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയുന്നതായി കാണാൻ പറ്റും. തഖ്വയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ നീതിബോധമുള്ള അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ വെറും ജസ്റ്റ് മെറിറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട്, അഥവാ നീതിബോധം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ തഖ്വ ഉണ്ടാവണമെന്നില്ല, ജസ്റ്റ് അവനെന്തുണ്ടാവണം, കഴിവുണ്ടാവണം എന്ന് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നീതിബോധം, തഖ്വ ഇതൊക്കെ മെറിറ്റ് തന്നെയാണ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സ്കില്ലും അതുപോലെ ക്രിയേറ്റീവ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഇതിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഒരാളുടെ നീതിബോധം അത് അയാളുടെ മെറിറ്റാണ്. ഒരാളുടെ ശജാഅത്ത്, ധൈര്യം അത് അയാളുടെ മെറിറ്റാണ്. ആ നിലക്ക് നോക്കുമ്പോൾ ഖിലാഫത്ത് എന്നുള്ളത് പൂർണ്ണമായിട്ടും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാം. അതേസമയം മെറിറ്റോക്രസി എന്നുള്ളതിനെ നമ്മൾ ഖാസാക്കേണ്ടത്, ഈ അർത്ഥത്തിൽ ഖാസാക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന മെറിറ്റോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ക്രസി അതിൻ്റെ കൂടെ കൂട്ടിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ മെറിറ്റിൻ്റെ ബേസിലുള്ള ഈ ഭരണവ്യവസ്ഥ എന്നുള്ളതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുതസാവി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വാദത്തിന് വേണ്ടി ആധുനിക മെറിറ്റോക്രസിയും പുരാതന ഖിലാഫത്തും ഇപ്പം കാണുന്ന ഖിലാഫത്തല്ല, ഇത് തമ്മിൽ മൂസൂസും മുത്തലക്കയാണ് എന്ന് അങ്ങനെയും പറയാം. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ മെറിറ്റോക്രസി എന്ന് പറഞ്ഞിട്ട് ആധുനിക കാലത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ
താഴേക്കടയുള്ള ഈ കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങളായ ഈ കഴിവുകൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അന്യമായ ഒന്നാണ്, അല്ലെങ്കിൽ അകലെ നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏത് താഴേക്കടയുള്ള ആളെയും ചേർത്ത് പിടിക്കുന്ന, ഏത് അരികുവൽക്കരിച്ച ആളെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കലിൽ ഒരു ചെറിയ തെറ്റുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മെറിറ്റ് ഖിലാഫത്ത് അങ്ങനെ ഏത് താഴെ തട്ടിലുള്ള ആളുകൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല. ഏറ്റവും പ്രധാനം ഇമ്മത്ത്, ലോകത്ത് ഒരാൾക്കും എതിരഭിപ്രായമല്ല അത് ഖുറൈശികൾക്കേ പറ്റൂ എന്നുള്ളത്. നിങ്ങൾക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. ഒന്ന്, മുജ്തഹിദിനെ പറ്റൂ. അപ്പോൾ മുത്തലക്ക് മുജ്തഹിദിൻ്റെ കാലം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു പ്രശ്നം വരും. പറഞ്ഞ് ഏറ്റവും അവസാനത്തെ തട്ടിലുള്ള മുജ്തഹിദ്, മുജ്തഹിദുൽ ഫത്വ വ തർജീഹിന് വരെ പറ്റും എന്ന് പറഞ്ഞു. അതില്ലെങ്കിലോ ലോകത്തിൽ ഏറ്റവും നല്ല പണ്ഡിതനായിരിക്കണം. എത്രമാത്രം? അദ്ദേഹത്തിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്ത വിധത്തിലുള്ള പാണ്ഡിത്യം വേണം. അതുപോലെ യുദ്ധം വരുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയണം. ഡിപ്ലോമാറ്റിക് ചർച്ചയിൽ ഒരു സംഘത്തെ നയിക്കാൻ കഴിയണം. നല്ല റഈയുള്ള വിഷനുള്ള ആളായിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഷുറൂത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിലെ മുസാവാത്ത്, സമത്വം പറയുന്നത് പോലെ ഏത് താഴെ തട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആരും പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ മുസ്ലിം ലോകത്തിൻ്റെ ഭരണാധികാരിയെ ഏതാൾക്കും കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മളതിനെ ചിത്രീകരിക്കാൻ പാടില്ല. അപ്പോൾ വരുന്ന ഒരു ചോദ്യമാണ്, ഈ ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഖലീഫ ആവണമെങ്കിൽ ഉള്ളൊരു ഷർത്താണ് ഖുറൈശി ആവണം എന്നുള്ളത്. ഇസ്ലാം മുമ്പേ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും വംശീയത പാടില്ല, വർഗീയത പാടില്ല, വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇസ്ലാം അംഗീകരിക്കാത്തൊരു മതമാണ്. എന്നാൽ ഇവിടെ ഈ ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ അതെപ്പോഴും ഖലീഫ ആകുന്ന ആള് ഖുറൈശി ആകണം എന്നൊരു നിർബന്ധം പിടിക്കുന്നതിൽ ഇങ്ങനെ ഒരു വംശീയമായ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണെങ്കിൽ, മുത്തുനബി തങ്ങളുടെ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ആ ഒരു പദവി നൽകുന്നു എന്നുള്ളത് ഇസ്ലാമിലുള്ള ഈ സമത്വ വ്യവസ്ഥയിൽ നിന്ന് മാറൂലേ? അതെ, മെറിറ്റോക്രസിക്കെതിരാണ് അല്ലേ? അതെ, അല്ല, ഞാൻ പറയാം. ഇവിടെ ഖുറൈശികളൊന്ന് കൈവന്തിക്ക് കാണട്ടെ. ഞാൻ ഖുറൈശിയാണ്, അതുകൊണ്ടാണ് കൈവന്തിച്ച്. ഞാൻ തങ്ങളല്ല. അപ്പോൾ ഖുറൈശി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പന്മാരിലെ 10ാമത്തെ മറ്റൊരു ഉപ്പാപ്പുണ്ട്, ഫിഹ്ർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളാണ് ഖുറൈശി, അല്ലാതെ നബി തങ്ങളുടെ സന്താന പരമ്പര അല്ല. അബൂജഹൽ ഖുറൈശിയായിരുന്നു, നബി തങ്ങളുടെ കഠിന ശത്രുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, മുഴുവൻ ഉസ്മാനിയ ഖിലാഫത്തിലെ രാജാക്കന്മാർ ഖുറൈശികളായിരുന്നു എന്നുള്ളതിൽ ചർച്ച ഉണ്ട്. അതുകൊണ്ട് ഖുറൈശി എന്ന് പറയുന്നത് ഒരു വിശാലമായൊരു ലോകമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ മക്കളല്ല, അല്ലെങ്കിൽ കുടുംബം എന്നുള്ള നിലക്ക് പറയാൻ പറ്റൂല. പിന്നെ ഒരു ഖുറൈശിയെ എപ്പോഴാണ് പരിഗണിക്കുക? പണ്ഡിതന്മാർ അതും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഞാനും ഇദ്ദേഹവും എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഞങ്ങൾ മുജ്തഹിദീങ്ങളാണ്, നീതിമാന്മാരാണ്. കിതാബിൽ പറഞ്ഞ മുഴുവൻ ശുറൂത്തുകളും ഞങ്ങൾക്ക് ഒത്തിട്ടുണ്ട്. ഒരു നിലക്കും ഞങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഖുറൈശിയാണ്, ഇദ്ദേഹം ഖുറൈശിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഖുറൈശിയെ പരിഗണിക്കണം എന്നാണ്. നേരെ മറിച്ച് ഞാൻ ഖുറൈശിയാണ്, എനിക്ക് മുജ്തഹിദല്ല, ഇൽമില്ല, ഷജാഅത്തില്ല, വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ തറവാടിൻ്റെ മഹിമ കൊണ്ട് മാത്രം ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് വരാൻ പറ്റൂല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒത്തിട്ടാണ് ഒരു ഖുറൈശിയെ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഷുറൂത്തുകൾ ഒത്ത ഒരു ഖുറൈശിയെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ലോകം ഉണ്ടാകുമെന്നുള്ള സംശയമാണ്. ഒരു ഷുറൂത്തുകൾ ഒത്ത ഒരു ഖുറൈശിയെ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഖുറൈശിയാവൽ നിർബന്ധമില്ല എന്ന് കിതാബിലൊക്കെ കാണാം. അപ്പോൾ ഖുറൈശിയാവൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത്, മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്, എല്ലാ ഷർത്തും ഒത്തതിന് ശേഷം അദ്ദേഹത്തിൽ നെസബ എന്ന് പറയുന്ന ഒരു മെറിറ്റും കൂടി ഉണ്ട്.
ഈ ഭരണത്തിൽ എന്തുകൊണ്ടാണ് നെസബ് ഒരു മെറിറ്റ് ആകുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഞാൻ പറയുന്നത്. ഭരണത്തിൽ നെസബ് എന്തുകൊണ്ടാണ് മെറിറ്റ് ആകുന്നത്? മുസ്ലിം ലോകത്തിൻ്റെ ഈ ഉമ്മത്ത് ഒന്നായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കണം. ഉമ്മത്ത് അംഗീകരിക്കാൻ തറവാട് നെസബ എന്നുള്ളത് അത് എക്കാലത്തും ഒരു ഘടകം തന്നെയാണ്. അത് ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരു വിവാദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത്. അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണോ അല്ലയോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഒരു തറവാടിലേക്ക് ചേർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കാതിരിക്കാനും വയ്യ. അപ്പം അതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും ഇത് ഒരു എക്സ്ട്രാ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരാളിൽ നെസബ കൂടി അദ്ദേഹത്തിൻ്റെ ഉഷാറാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മെറിറ്റാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മെറിറ്റോക്രസിക്കെതിരല്ല. പിന്നെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ജീനിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആദിവാസി കോളനിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ജീനും അതുപോലെ വളരെ IAS ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ജീനും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നെസബ് അടിസ്ഥാനത്തിൽ ജനറ്റിക്കായിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ല എന്ന് ലോകത്ത് ഒരു സയൻസും പറഞ്ഞിട്ടില്ലല്ലോ. ജനറ്റിക്കായിട്ട് ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ക്വാളിറ്റീസും കൂടി മൊത്തം ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഖുതുബ ഓതുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു മിമ്പറിൻ്റെ അടുത്തേക്ക് വന്നു. മിമ്പറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി വരാൻ പോകുന്ന ഒരു ഫിത്നയിലേക്ക് സൂചന നൽകിയിട്ട് പറഞ്ഞത് എന്താ? എൻ്റെ ഈ മകൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ ഈ മകൻ മുസ്ലിം ലോകത്തെ രണ്ട് ശക്തികൾക്കിടയിൽ ഈ മകന് പരിഹാരം ഉണ്ടാവും, അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് പരിഹരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം. സ്വഹീഹായ ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. ഈ ഹദീസ് പിന്നീട് എന്നാണിത് നിലവിൽ വന്നത്? അലി റളിയല്ലാഹുവിന് ശേഷം 6 മാസം ഹസൻ റളിയല്ലാഹുവിന് ഭരിച്ചു. പിന്നീട് മുആവിയ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് അധികാരം വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരിക്കും പറയായിരുന്നു, എൻ്റെ മകൻ അധികാരം പിടിച്ചു വെക്കും എന്നെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും അത് വിട്ടുകൊടുക്കൂലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുണ്ടല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊലൻ്റെ മുന്നിലെത്തിയപ്പോൾ പോലും എല്ലാവരും പോയിട്ട് ഉപദേശിച്ചു, നിങ്ങൾ എങ്ങോട്ടോലും പൊയ്ക്കോളി, അല്ലെങ്കിൽ ഇങ്ങനെ എന്നാലിനതൊക്കെ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് വന്നാലും ശരി ഈ കുപ്പായം അഴിച്ചു വെക്കരുത് എന്ന് നബിത്തങ്ങളാണ് എന്നോട് പറഞ്ഞത്. കുപ്പായം എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത്. ആ ഖിലാഫത്ത് അഴിച്ചു വെക്കരുത് നബിത്തങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ ഇത് അഴിച്ചു വെക്കൂല എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞതാണ്. ഇങ്ങനെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു നബിത്തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോൾ സ്വന്തം കുടുംബത്തിന് ഖിലാഫത്ത് എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരം അലി റളിയല്ലാഹു അൻഹു അല്ല ആദ്യത്തെ ഖലീഫയാവണ്ടേ? അത് ഷിയാക്കളുടെ വാദമല്ലേ? മുസ്ലിം ഉമ്മത്ത് എക്കാലവും അതിനെതിരായിരുന്നു. ഈ അടുത്ത് 7-ാം നൂറ്റാണ്ടിലാണ് അങ്ങനെ ഒരു വാദം തന്നെ വന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഒരു വംശീയതയോ അല്ലെങ്കിൽ തൻ്റെ വംശത്തെ മുന്തിക്കലോ അല്ലെങ്കിൽ മെറിറ്റോക്രസിക്ക് എതിരോ അല്ല. ഇസ്ലാമിൽ ഇപ്പം നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് ഇസ്ലാമിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടായത് അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലാണ്. ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുള്ള ഈ സംഘട്ടനം നടന്നത് എന്തിൻ്റെ പേരിലാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യം ഭരണം സ്ഥാപിക്കണോ അല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളിയെ പിടിക്കണോ എന്നുള്ള വിഷയത്തിലാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു കാര്യമാണ് ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി യുദ്ധം ചെയ്താലും സാരമില്ല എന്നുള്ള നിലക്കാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട് എന്ന് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇന്ന് 1924 നമ്മുടെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്നേ വരെയായിട്ട് ഒരു കൃത്യമായ ഒരു മുസ്ലിം ഭരണം, നമുക്ക് ഇസ്ലാമിക് ഭരണം അല്ലെങ്കിൽ ഖിലാഫത്ത് എന്നുള്ള ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണത്തെ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാദമാണ് നമുക്കുള്ളത് എങ്കിൽ, അഥവാ അലി റളിയല്ലാഹു അൻഹു നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ നമുക്കും വേണ്ടത് ഖിലാഫത്ത് ആദ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ലേ? എല്ലാറ്റിനേക്കാളും ഉപരിയായി ഖിലാഫത്തിനെ സ്ഥാപിക്കുക എന്ന ഒരു തത്വത്തിലാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നിന്നത്.
അപ്പം അതേ ഒരു തത്വം എടുക്കുകയാണെങ്കിൽ നമ്മളും ആ വാദക്കാരാവേണ്ടതല്ലേ? നല്ല ചോദ്യമാണ്. ഇവിടെ പഠിച്ചതാണല്ലോ, അവിടെ നല്ല ചോദ്യം ചോദിക്കൂ. പിന്നെ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും ഖിലാഫത്തിൻ്റെ വിഷയത്തിലല്ല എതിരായത്. നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ തിരിയോന്ന് എനിക്ക് അറിയില്ല, കാരണം അത് കുറച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും ഖിലാഫത്തിൻ്റെ വിഷയത്തിലല്ല എതിരായത്. പക്ഷെ ഖലീഫയായിട്ട് നിയമിക്കേണ്ടത് ഇപ്പോഴാണോ അതോ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകർക്കെതിരെ ഖിസാസ് നടത്തിയതിന് ശേഷമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഖിലാഫത്ത് ഇവിടെ വേണം, അത് സാധ്യവുമാണ്. അലി റളിയല്ലാഹു തന്നെ ഖലീഫ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ അനന്തരവൻ, എൻ്റെ ബന്ധുവാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ രക്തത്തോട് പകരം ചോദിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് മുആവിയ റളിയല്ലാഹു വിശ്വസിക്കുകയും ഖലീഫയെ അവരോധിക്കുന്നതും ഖലീഫയുടെ മറ്റു പ്രവർത്തികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതുമായിരുന്നു മുആവിയ റളിയല്ലാഹുവിൻ്റെ വാദം. എന്നാൽ അലി റളിയല്ലാഹുവിൻ്റെ വാദം അതാണ് സ്വവാബ്, ഹക്ക് എന്നൊക്കെ കിതാബിൽ കാണും, നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യും. അലി റളിയല്ലാഹു പറഞ്ഞു, ഒരു ഖിസാസ് എടുക്കണമെങ്കിൽ ആദ്യം ഖലീഫ വേണ്ടേ, ഖലീഫക്കല്ലാതെ ഖിസാസ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആദ്യം ഖലീഫയാണ് വരേണ്ടത്. അപ്പോൾ ഖലീഫ വന്നതിന് ശേഷം ഈ ശത്രുക്കളെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവർ എണ്ണത്തിൽ ഒരുപാടുണ്ട്. 2000 10,000 20,000 ഇങ്ങനെ വ്യത്യസ്ത കൗലുകൾ കാണാം. ഏതായാലും 1000 ചില്ലാനുണ്ട് എന്നുള്ള ഉറപ്പ്, 1000കണക്കിന് ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ 1000കണക്കിന് ആളുകളെ പിടികൂടി അലി റളിയല്ലാഹു അൻഹു അങ്ങ് ഖിസാസ് ചെയ്താൽ മുസ്ലിം ലോകത്തുണ്ടാകുന്ന പ്രശ്നം, സാങ്കേതികമായിട്ടൊരു ഖലീഫ ഇല്ലാതെ ഖിസാസിന് പോയാലുള്ള പ്രശ്നം, ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഭരണം ഒന്ന് സുബൂത്താവട്ടെ എന്നിട്ട് അവരെ പിടിക്കാം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഖിലാഫത്ത് ഇപ്പോൾ വേണോ വേണ്ടേ എന്നുള്ളതിലല്ല പ്രശ്നം ഉള്ളത്. ഖിലാഫത്ത് വേണോ വേണ്ടേ, അത് ഇപ്പോൾ വേണോ അതോ 2 ദിവസം കഴിഞ്ഞിട്ട് വേണോ എന്നുള്ള ചർച്ചയാണ്. ഖിസാസ് ഉണ്ടായതിന് ശേഷമാണോ വേണ്ടിയത് അല്ലെങ്കിൽ അതിന് മുമ്പാണോ വേണ്ടിയത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് 1921 വരെ നാമമാത്രമായിട്ടുള്ളൊരു ഖിലാഫത്ത് ലോകത്തുണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ അവരെയും കൂടി ഇല്ലാതാക്കി. ഇന്ന് ഖലീഫ വേണ്ട എന്നുള്ളൊരു വാദമൊന്നും നമുക്കില്ല. കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം, നസ്ബുൽ ഇമാമി വാജിബ് തന്നെയാണ്. പക്ഷേ എപ്പോൾ ഇൻ അംകന, സാധ്യമായാൽ, സാധ്യമാകാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ടതുണ്ടോ? അപ്പം അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത് ഞാൻ ഖലീഫയാണ്, ഇന്നപ്പോൾ ഖലീഫയാക്കണം, ഖിലാഫത്തോടെ ഉണ്ടായേ പറ്റൂ, അതിനു വേണ്ടിയിട്ടല്ല. ഇനി അതിലേക്ക് ഇങ്ങനെ നീണ്ടു പോകണില്ല, അതൊരു വിഷയമാണല്ലോ. പിന്നെ നേരെ മറിച്ച് ഇന്ന് ഖലീഫ വേണോ? ഇന്ന് ഖലീഫ നമ്മളെ കിതാബുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇമാമുൽ ഹറമൈനി പറഞ്ഞു, അന്ന് ഖലീഫ ഇല്ലാത്തൊരു കാലം നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാലം ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ്. അന്ന് പറഞ്ഞു ലോകത്ത് അമ്പിയാക്കളില്ലാത്ത കാലം തന്നെ കഴിഞ്ഞു പോയിട്ടില്ലേ, പിന്നെന്താ ഇപ്പോൾ ഖലീഫ ഇല്ലാത്ത കാലം വന്നൂടെ? അങ്ങനെ പറഞ്ഞവരുണ്ട്. രണ്ടാമത്തേത്, ഖിലാഫത്ത് സാധ്യമായാലേ ഖലീഫ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വാദം അതാണ്, ഖളിയ ഉസൂലുദ്ദീനിൽ പെട്ടതാണ്. ഖിലാഫത്തിനെ നിഷേധിച്ചാൽ കാഫിറായി പോവും. ഇത് ഷിയാക്കളുടെ വാദമാണ്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വാദമാണ്, ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ വാദമാണ്. എന്നാൽ മുസ്ലിം ലോകത്തിന് അങ്ങനെ ഒരു വാദമല്ല. ഖലീഫ ഇല്ലാത്ത സമയം വന്നിട്ടുണ്ട്, ഖലീഫയെ അംഗീകരിക്കാത്തവരുണ്ട്, അതുകൊണ്ടൊക്കെ അദ്ദേഹം കുറ്റക്കാരനാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാലത്ത് ഖലീഫയെ വെക്കേണ്ടവർ ഖലീഫയെ വെക്കാതിരുന്നാൽ അവർ കുറ്റക്കാരാണ്. ആരാണ് ഖലീഫയെ വെക്കേണ്ടത്? ആഹാദുന്നാസ് അല്ല. നമുക്കൊന്നും അതിലൊരു ഉത്തരവാദിത്വമില്ല. അതും നമ്മളുടെ ഫിഖ്ഹിൻ്റെയും അഖീദയുടെയും കിതാബൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അഹ്ലുൽ ഹല്ലി വല്ലഖദ്. അഹ്ലുൽ ഹല്ലി വല്ലഖദ് പറഞ്ഞാലോ ഖാലിനെ വെക്കേണ്ട അഹ്ലുൽ ഹല്ലി വല്ലഖദും അല്ല, അത് ഒരു രാഷ്ട്രത്തിൻ്റെ അഹ്ലുൽ ഹല്ലി വല്ലഖദ്. അപ്പോൾ റുഅസാ ഉന്നാസി വ ഉലമാഉഹും എന്നാണ് പറഞ്ഞത്, ജനങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ. ഇതിപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തി, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഖലീഫയെ വെക്കാൻ സാധ്യമാകും എന്നുണ്ടെങ്കിൽ അവർ വെക്കണം. എന്നിട്ട് അവിടെ വീണ്ടും മഹാന്മാർ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഒരു ഖലീഫയെ വെക്കലും വെക്കാതിരിക്കലും ഇങ്ങനെ 2 അവസ്ഥയല്ലേ ഉണ്ടാവുള്ളൂ.
വെച്ചാൽ മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കുക, എങ്കിൽ വെക്കാതിരിക്കുക വേണ്ടി. വെച്ചാൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വെക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നും മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ നായകനെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഖലീഫയാണെന്ന് വെച്ചാൽ ആരാ അംഗീകരിക്കുക? ഇപ്പോൾ സുന്നി നേതാവാണ് അദ്ദേഹം നോക്കുക, എന്നാൽ ഷിയാക്കൾ അംഗീകരിക്കുമോ? ഷിയ നേതാവാണെന്ന് നോക്കുക, സുന്നിയാൾ അംഗീകരിക്കുമോ? സൗദിൻ്റെ ആളാണ് നോക്കുക, എന്നാൽ UAE അംഗീകരിക്കുമോ? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇപ്പോൾ അങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. ഏത് ഹുക്കുമും അതിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് ഫർള് ഐനോ ഫർള് കിഫായൊക്കെ ആയി മാറുന്നത്. മയ്യത്തില്ലാതെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അത് ഫർള് കിഫായാണ് മയ്യത്ത് നിസ്കാരം എന്നുള്ളത്. ഇവിടെ ഒരാൾ മരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ വാങ്ങ് കൊടുക്കാതെ സമയാകാതെ നിസ്കരിക്കാൻ പറ്റുമോ? ഫർള് ഐനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാങ്ങ് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? അപ്പം അതുപോലെ സാഹചര്യങ്ങളൊക്കെ ഒത്താൽ, ഷുറൂത്തുകളൊക്കെ ഒത്താലാണ് നമ്മൾ അങ്ങനൊരു ഇമാമിനെ വെക്കേണ്ടത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വാദവും ഷിയാക്കളുടെ വാദവും ഈ വിഷയത്തിലില്ല. പിന്നെ മുസ്ലിം ലോകത്തുണ്ടായ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നുമില്ല. ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ഷിയാക്കളും. ഈ കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഷിയാക്കളും ഈ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷിയാക്കൾ എന്ന് പറയുന്നത് വെറും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാമിലി മാത്രമേ ആകാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണോ അവർക്കിടയിൽ ഉള്ളത്? അല്ല അവർക്കിടയിൽ വേറെ എന്തെങ്കിലും സാമ്യതകളുണ്ടോ? ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗം ഉണ്ടാകുന്നത് ഹിജ്റ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയാക്കുമ്പോൾ മുസ്ലിം ലോകത്ത് എതിരഭിപ്രായം ഇല്ലായിരുന്നു, ഒരാളും എതിർത്തിട്ടില്ല. മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാഅാണത്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് ഇവരൊക്കെ മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാവോട് കൂടിയാണ് ഖലീഫയാക്കി. ഞാൻ പറഞ്ഞല്ലോ, മുആവിയ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും ആക്കണ്ടാറിട്ടില്ല. പക്ഷെ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളിടത്ത് മാത്രമുള്ള ഒരു ഫുറൂഇയായ ഖിലാഫ് മാത്രമായിരുന്നത്. എന്നാൽ പിന്നീട് അബ്ദുല്ലാഹിബ്നു സബഅ് എന്ന് പറയുന്ന ഒരു ജൂതന് മുസ്ലിം ലോകം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എവിടെ വരെ എത്തി? അഫ്ഗാനിസ്ഥാൻ മുതൽ മൊറോക്കോ വരെ എത്തി. എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു വിചാരിക്കുകയാണ്, ഞാനിവിടേക്ക് ഒന്ന് കുതിരപ്പുറത്ത് പോയി കാണട്ടെ. എല്ലാ സ്ഥലവും ഒരിക്കലും ഒരാൾക്കും കാണാൻ കഴിയൂല, ഈ നഗരങ്ങൾ മാത്രം ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ ഒരാളുടെ ആയുസ്സിൽ പോലും അത് സാധ്യമാവില്ലായിരുന്നു. അത്രമാത്രം. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് മൊറോക്കോയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. 7.5 മണിക്കൂർ ഫ്ലൈറ്റിൽ പോകണം. എങ്കിൽ അന്ന് എത്രയായിരിക്കും അത്? ഇത്രമാത്രം വിശാലമായ സാമ്രാജ്യം. ആഫ്രിക്ക, ഏഷ്യ ഏകദേശം മൊത്തം ഒക്കെ ഇസ്ലാമിന് കീഴിൽ വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജൂതന്മാർക്ക് പ്രശ്നമായി. അവർ അബ്ദുല്ലാഹിബ്നു സബഅ് എന്ന് പറയുന്ന ജൂതന് അവർ മുസ്ലിം സമൂഹത്തിൽ കയറിക്കൂടി പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ അന്ന് മുതൽ ഇങ്ങനെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. പലതും പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയാണ് ഷിയാക്കൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്നത്. പിന്നീട് ഈ അയിമ്മത്തൊക്കെ ഷിയാക്കൾ പറഞ്ഞ 12 അയിമ്മത്തൊക്കെ ഉണ്ട്. ഈ അയിമ്മത്തുകളൊക്കെ വഫാത്തായതിന് ശേഷമാണ് അവരുടെ യഥാർത്ഥ വാദങ്ങളൊക്കെ തുടങ്ങിയത്. ഇറാനിൽ സൊഫവിയ ഭരണകൂടം വന്നു. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് വന്നത്. ഈ സൊഫവിയ ഭരണകൂടമാണ് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പം കാണുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾ വേറെ തന്നെ ഒരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അവരുടെ വാദം എന്താണ്? അവരുടെ വാദം ഈ 12 അയിമ്മത്തെ അലി റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഹസൻ റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതിനുശേഷം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ അവരൊരു 12 അയിമ്മത്തുകൾ പറയുന്നുണ്ട്. ഇവർ മാത്രമേ ഖലീഫാകാവൂ എന്നാണ് ഇസ്നാഅശരികളുടെ വാദം. എന്നാൽ അവിടെ സൈദിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യമനികളിലൊക്കെ ഉള്ള ഒരു വിഭാഗമുണ്ട്. അവർ വേറെ റൂട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകുന്നത് പിന്നെ അടുത്ത ഇമാമിൻ്റെ അവിടുന്ന് കുറച്ച് റൂട്ട് തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ ഇസ്മായിലിയ ഷിയാക്കളുണ്ട്. അവർ ഗാഫിരീങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ടും. എല്ലാവരും അങ്ങനെയൊക്കെ പറയാം, നമ്മളങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. അവർ കുറച്ചും കൂടി വേറെ അയിമ്മത്തിനെയാണ് പറയുന്നത്. ഈ അയിമ്മത്ത് മഅസൂമികളാണെന്ന് അവരെ വാദം. അപ്പോൾ ഒരു ഹുക്കം പറയാൻ ഇവിടെ ഷാരി എന്ന് പറഞ്ഞാൽ അള്ളി റസൂലും അല്ല നമ്മൾ പഠിച്ചത്. ഷാരി പറഞ്ഞാൽ അള്ളി റസൂലും മാത്രമല്ല, മഅസൂമികളായ ഈ അയിമ്മത്തും കൂടിയാണ്. ഇവരൊക്കെ പോയതിന് ശേഷം, മരിച്ചു പോയതിന് ശേഷമാണ് കേട്ടോ ഈ വാദമൊക്കെ തുടങ്ങിയത്.
അപ്പം ഇതാണ് ഷിയാക്കളുടെ വാദം. ഇത്തരം ഒരു വാദത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടില്ല. ഷിയാക്കൾ പറഞ്ഞത് ബുനിയൽ ഇസ്ലാമു അലാ സിത്തിൻ, നമ്മൾ പഠിച്ചത് ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ എന്നാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുള്ള ഹദീസ് ഉണ്ട്. ഷിയാക്കൾ പറഞ്ഞ ബുനിയൽ ഇസ്ലാമു അലാ സിത്തിൻ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് ഹജ്ജും കഴിഞ്ഞു പോയിട്ട് വൽ ഖിലാഫ എന്നാണ് ഷിയാക്കളുടെ വാദം. എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആണെങ്കിൽ ഈ ഖിലാഫത്ത് അംഗീകരിച്ചേ പറ്റൂ. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വാദം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഷിയാക്കളും എവിടെയാണ് വേർപിരിയുന്നത്? അവർ അയിമ്മത്തിന് ഒരുപാട് പ്രത്യേകത, മഅസൂമാണ്, അത് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തു. അവരല്ലാത്ത ഒരാൾ ഇമാമ് സ്ഥാനത്തേക്ക്, അമീറിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല എന്ന് വാദിച്ചു. പിന്നീട് വരുന്നവരൊക്കെ അവരുടെ നായിബീങ്ങളോ ഖലീഫമാരോ ആണെന്ന് വാദിച്ചു. ഇനി മഹ്ദി ഇമാമ് വരുന്നുണ്ട്, അത് 12ാമത്തെ പിന്നെ ഇമാമ് ഇപ്പം സർദാബിൽ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് വാദിച്ചു. ഷറഉൽ ഓതിയാൽ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭാഗത്തുപ്പെട്ടതല്ല. അതേസമയം ഈമാൻ കാര്യങ്ങളുടെ ഉസൂലുദ്ദിയാനാത്തിൽ പെട്ടതാണ്, അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ്. അതിന് നിഷേധിച്ചാൽ കാഫിർ ആകും. അത്തരം ഒരു സംഗതിയിൽ പെട്ടതാണ് ഖിലാഫത്ത് എന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിച്ചു. അപ്പോൾ അതിനവരെന്ത് ചെയ്തു? ഇപ്പോൾ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന തൗഹീദുകളുണ്ട്. തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇതൊക്കെ വഹാബികളുടെ വാദമാണ്. ഈ വാദങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് പുതിയൊരു തൗഹീദുണ്ട്. അതേതാ? തൗഹീദുൽ ഹുക്കൂമിയ്യ. ഭരണത്തെ കൂടി, ഇസ്ലാമിക ഭരണത്തെ കൂടി അംഗീകരിക്കണം എന്നാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ തൗഹീദും അതിനവർ ഓദ്യ ആയത്തെന്താ? വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹനെ ഹക്കീമാക്കിയിട്ടില്ലെങ്കിൽ അവന് കാഫിറാണ് എന്ന് അർത്ഥം വെക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ വിശദമായി നമുക്കൊക്കെ അറിയുന്നതാണ്, നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഖലീഫമാർ ഉണ്ടാക്കൽ നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞു, നമ്മുടെ മേലിൽ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ ഖലീഫ ഉണ്ടാക്കുകയാണ്. അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ? കാരണം ഇസ്ലാമിലൊരു ഭരണ നേതാവ് വരിക എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ്? അല്ല, നല്ല കാര്യമാണെന്ന് ആരോ പറഞ്ഞു? നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൽ, ഇത്രയും സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രത്തിൽ നിന്ന് ഖലീഫയെ ഉണ്ടാക്കൽ നല്ലതാണോ മോശമാണോ? നിങ്ങൾ പറയും. ഇവിടെ എങ്ങാനും ഖലീഫ ഉണ്ടാക്കാൻ പോയാൽ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെടും. അതാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. RSSനെ കൊണ്ട് ഹിന്ദു സമൂഹം എന്താണോ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ സഹിക്കൽ മുസ്ലിം ഉമ്മത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് സഹിക്കുന്നു. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഖലീഫ ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ട് ഖിലാഫത്തിന് വേണ്ടിയിട്ട് നമ്മൾ പടവൊരുതി. അതൊരു ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഒരു വിവാദത്തിലേക്കും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കി. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് ഒരു ഫർദ് കിഫായ ഉണ്ടോ? ഏതോ നാട്ടിൽ ജീവിക്കുന്ന ഒരു ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ അങ്ങനെ ജിഹാദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സ്വാതന്ത്ര്യ സമരത്തെ കത്തിക്കാൻ വേണ്ടിയിട്ട് ചിലർ അങ്ങനെയൊക്കെ ഒരു വാദം മുന്നോട്ട് വെച്ചു. അതിൽ ചില ഖൈറുകൾ ഉണ്ടാവാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യ നാട് കഴിഞ്ഞ 1400 വർഷമായിട്ട്, നിങ്ങളുടെ കുറ്റിയാടി കഴിഞ്ഞ 1400 വർഷത്തിൻ്റെ ഇടയിൽ ഇതുവരെ ഇവിടെ ഒരു മുസ്ലിം ഭരണാധികാരി ഭരിച്ചിട്ടുണ്ടോ? എന്താരും ഉണ്ടാത്ത് ഇല്ല. എനിക്കറിയാം, ഹിസ്റ്ററി പഠിച്ചാൽ മനസ്സിലാകും. ഒരാളും ഭരിച്ചിട്ടില്ല. മലബാറിലൂടെ ടിപ്പു സുൽത്താൻ ഒന്ന് വന്നുപോയി എന്ന് ചോദിച്ചാൽ മലബാറിൽ ഒരു മുസ്ലിമും ഭരിച്ചിട്ടില്ല. ഇവിടെ സാമൂതിരികളാണ് ഭരിച്ചത്. അതിനു മുമ്പ് പലരും ഭരിച്ചു, എല്ലാം അമുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു നിന്നിട്ട് ഇവിടെ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കണോ നല്ലതാണ് എന്നുള്ള വാദം തെറ്റാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു ഫർള് കിഫായ അല്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഒരു ശ്രമം തനിച്ച ഹറാമും ഈ മുസ്ലിം സമൂഹത്തിന് വളരെയധികം ആപത്ത് വരുത്തി വെക്കുന്നതുമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചാൽ ആയിരക്കണക്കിന് വർഷം മുഗളന്മാരും മറ്റൊക്കെ ആയിട്ട് ഭരിച്ചൊരു രാജ്യമാണ്. അഥവാ ഇസ്ലാമിക് രാജ്യമാണ്, അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാമാണ്. ദാറുൽ ഇസ്ലാമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം.
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ദാറുൽ ഇസ്ലാമാണ്. എന്നാൽ ഇന്ന് ദാറുൽ ഇസ്ലാം ആണെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദാറുൽ ഇസ്ലാം എന്നുള്ള ഒരു തരത്തിലേക്ക് നമുക്ക് ഇന്ത്യയെ മാറ്റേണ്ടതില്ലേ ഉസ്താദ്? അതിന്റെ കൂടെ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞാല്. തഹ്സീലുൽ മുഹാലല്ലേ, ഇന്ത്യ ദാറുൽ ഇസ്ലാം ആണ്, പിന്നെ മാറ്റേണ്ടതില്ലേ എന്ന് പറഞ്ഞാലോ? അപ്പോൾ ഒരു രാഷ്ട്രം ദാറുൽ ഇസ്ലാം ആവണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് മുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ ആ രാഷ്ട്രം, അത് മദ്ഹബുകൾക്കിടയിൽ ഖിലാഫുള്ളൊരു വിഷയമാണ്. ഹനഫി മദ്ഹബ് ഇങ്ങനെയല്ല പറയുന്നത്, നമ്മൾ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഇന്ത്യ ദാറുൽ ഇസ്ലാമാണ്. ഇനി അല്ലെങ്കിൽ ദാറുൽ അമാനാണ്. എന്തായാലും ദാറുൽ അംനി വൽ അമാൻ, ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥത ഉണ്ട്. ഉത്തരേന്ത്യയിൽ ഏതോ ഒരു മനുഷ്യനെ കൊന്നതും, പശുവിനേറ്റും പോകുമ്പോൾ ഏതോ ഒരാളെ വെടിവെച്ച് കൊന്നതും അടിച്ചു കൊന്നതും 24 കോടി മുസ്ലിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇത് ഈ പരിപാടി നടത്തുമ്പോൾ നമ്മളിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ പരിപാടി നടത്താൻ ഇവിടുന്ന് ആരോടെങ്കിലും പെർമിഷൻ എടുത്തോ? ഇവിടെ ഏതെങ്കിലും ഭരണാധികാരിക്ക് അതിന് പ്രശ്നമുണ്ടോ? എങ്കിൽ ഇതേ പരിപാടി നിങ്ങൾ സൗദി അറേബ്യയിൽ കൊണ്ടുപോയി വെച്ച് നോക്കി, ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നെ നിങ്ങളെയൊക്കെ. അതുകൊണ്ട് ഇന്ത്യ ദാറുൽ അംനാണ്, അമാനാണ്, ദാറുൽ ഇസ്ലാമാണ് എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ട്. ഞാൻ അതിനെ മുന്തിക്കുന്ന ആളാണ്. ഇനി ബാക്കി നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിച്ചാൽ മതി. അതുകൊണ്ട് ലോകത്ത് നിങ്ങൾ മിഷ്കാത്തിലെ മുഴുവൻ ഹദീസും പഠിച്ചു, പരിശുദ്ധ ഖുർആനെല്ലാം പഠിച്ചു, ഫിഖുഹും ഒക്കെ പഠിച്ചു, എല്ലാം പഠിച്ച ആൾക്കാരാണല്ലോ. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കൽ നിർബന്ധമാണെന്ന് എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. സുന്നത്താണെന്ന് കണ്ടോ? എന്നാ വേണ്ട, ഖിലാഫുൽ അല്ല, പിന്നെ സ്ഥാപിക്കാതിരിക്കൽ ഖിലാഫുൽ ഔലിയാണെന്ന് കണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൽപ്പന മുസ്ലിം ഉമ്മത്തിനില്ല. നസ്ബുൽ ഇമാമി വാജിബുൻ എന്ന് പറയുന്നത് അതെ, നസ്ബുൽ ഇമാമി വാജിബുൻ. ഒരു സംഗതി വാജിബുൻ എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത ചോദ്യമുണ്ട്, നിസ്കാരം വുജൂബാണ് എപ്പോൾ, ആർക്ക്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം നസ്ബുൽ ഇമാമി വാജിബുൻ ആർക്ക്? ഈ ഉമ്മത്തിലെ രാഷ്ട്രനായകന്മാർക്ക്. എപ്പോൾ? അവർക്ക് ഈ മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ അത് സാധ്യമാകുമെങ്കിൽ. ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങളും മറ്റും മുസ്ലിമീങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാത്തത്, ഇസ്ലാമിക ഭരണം കൊണ്ടുവരാത്തത്. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല എങ്കിൽ ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇസ്ലാമിക കൊണ്ടുവരല്ല, ഇസ്ലാമിക ഭരണത്തിലേക്ക് മാറിയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തി. നബി തങ്ങൾ മദീനത്തെത്തിയത് ഒരു ഭരണം സ്ഥാപിക്കാനായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ എല്ലാവരും നബി തങ്ങളെ അവിടുത്തെ ഭരണാധിപനും മതത്തിൻ്റെയും ഭൗതിക കാര്യങ്ങളുടെയൊക്കെ നേതാവാക്കി. ഇതുപോലെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ ഉമറിൻ്റെ ഭരണം, ഇസ്ലാമിക ഭരണം, എൻ്റെ ഭരണമല്ല കേട്ടോ, പിന്നെ ഇസ്ലാമിക ഭരണമാണ് നല്ലത് എന്ന് പറയുകയും അവരതിന് അംഗീകാരം കൊടുത്താൽ നമുക്ക് വളരെ സന്തോഷം. അതേസമയം അങ്ങനെ ഒന്നിന് തക്ലീഫ് നമുക്കില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള തക്ലീഫ് ലോകത്ത് ഒരു മുസ്ലിമിനും ആഹാദുന്നാസിൽപ്പെട്ട ഒരാൾക്കും ഇല്ലാത്തത് കൊണ്ട് നമ്മളതിന് പോകരുത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ അമ്നോടുകൂടി ജീവിക്കുന്നത് കൊണ്ട്, ആ അമ്നിനെ കളയും എന്നുള്ളത് കൊണ്ട്, ഇവിടുത്തെ ഒരുപാട് മുസ്ലിങ്ങളെ കൊലക്ക് കൊടുക്കുന്ന ഒരു തീരുമാനമാകുന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി നമ്മളതിനെ എതിർത്തേ പറ്റൂ. ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് ഭയങ്കര തീവ്രവാദമാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ പൂർണ്ണമായും കണിശമായും എതിർക്കുന്നു. ഇസ്ലാമിക സമൂഹം അത് നിഷിദ്ധമാണ് എന്ന് വിധി എഴുതിയതാണ്. ഒരഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ നമ്മുടെ RSS പോലുള്ള ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് എന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാത്തത്? അവർക്ക് അതിനിപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴേ അവരത് മുസ്ലിം രാജ്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടാവും. അത് അവർ ഉള്ളുകളിൽ അതങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, പുറമെ അവർ ചർച്ച ചെയ്യുന്നില്ല. ജമാഅത്ത് ഉണ്ടാക്കിയെടുത്താണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് അങ്ങനെ ഒരു കൽപ്പന ഇല്ല, നമ്മളങ്ങനെ എവിടെയും പഠിച്ചിട്ടില്ല. നിങ്ങൾ ഫിഖ് പഠിച്ചല്ലോ. അപ്പോൾ അവിടെ ഒന്നും എവിടെയും ഇമാമിൻ്റെ കീഴിലേ ജീവിക്കാവൂ. സൈനുദ്ദീൻ മഖ്ദൂമല്ലേ ഫത്തുൽ മുഈൻ ഉണ്ടാക്കിയത്? മൂപ്പര് സാമൂതിരിൻ്റെ കീഴിലല്ലേ ഇവിടെ ജീവിച്ചത്? അപ്പോൾ ഒരു ഇമാമിൻ്റെ കീഴിലേ ജീവിക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. സൈനുദ്ദീൻ മഖ്ദൂമിന് അങ്ങനെയാണെങ്കിൽ അന്നൊരു വാൾ കൊടുത്തോണ്ട് ഇറങ്ങിക്കൂടെ, സാമൂതിരിനൊന്ന് കൊന്നു നോക്കുക,
ഇവിടെ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കി വെക്കുക എന്നുള്ളവർക്ക്. എന്നാണത്? അന്ന് ഇവിടെ ഖിലാഫത്ത് ഉണ്ട്. ലോകത്ത് മൊത്തം മുസ്ലിം ഭരണാധികാരികളാണ്. ഇന്ത്യയിലും മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ആ മുസ്ലിങ്ങൾ ഭരിക്കുന്നുള്ളൂ. അന്ന് പോലും അതിന് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു മത്ലൂബേ അല്ല. അങ്ങനെ നമ്മൾ അവിടെ പഠിച്ചിട്ടുമില്ല. ഇതുവരെ നിങ്ങളും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അത് അബുൽ ആല മൗദൂദിയും സയ്യിദ് കുത്തുബും മുഹമ്മദ് കുത്തുബും ഹസനുൽ ബന്ന പോലത്തെ ഇഹ്വാനികളും മൗദൂദിസ്റ്റുകളും ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ ആശയം മാത്രമാണത്. ഇപ്പോൾ ഫതുഹുൽ മൊയിൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ചോദിക്കുകയാണ്. ഫതുഹുൽ മൊയിനിൽ നമ്മൾ കാണാവുന്ന ഒന്നാണ്, വർഷത്തിൽ ഒരിക്കൽ എന്തായാലും സൈനിക മുന്നേറ്റം നടത്തൽ ഇസ്ലാമിൽ ഫർള് കിഫായാണെന്ന്. ഇസ്ലാം നേരത്തെ ഫതുഹുൽ മൊയിൻ എന്ന് പറയുന്നത് സൈനിക മുന്നേറ്റം ഒന്നും പറഞ്ഞിട്ടില്ല ഫതുഹുൽ മൊയിനിൽ. ജിഹാദ് അങ്ങനെ പറയും. ജിഹാദ് എല്ലാ വർഷവും ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർള് ഐനാണ്, ഫർള് കിഫയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും പറയാത്ത ഫതുഹുൽ മൊയിനിൽ നമ്മളിപ്പോഴും നിഷേധിച്ചിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ജിഹാദ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സൈന്യത്തെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, അതിർത്തി സംരക്ഷണ സേനയ്ക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ. അതും ഫതുഹുൽ മൊയിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൊഹ്ഫയിലുണ്ട്, എല്ലാ കിതാബിലും ഉണ്ട്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വാളേറ്റം പോയിട്ട് അമുസ്ലിമിനെ കൊല്ലലല്ല. അങ്ങനെ ഒരു ജിഹാദ്, അത് ജിഹാദിലെ ഒരു ഭാഗം മാത്രമാണ്. ആ ജിഹാദിനെ കുറിച്ചല്ല ഫിഖ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കഴിഞ്ഞ 1400 വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് മുസ്ലിം ഭരണാധികാരികൾ കഴിഞ്ഞുപോയില്ലേ? ആ ഭരണാധികാരികളൊക്കെ ആ മുസ്ലിങ്ങളെ പോയിട്ട് ഇങ്ങനെ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ആ പറയുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വ്യാഖ്യാനങ്ങളാണ്. ഫിഖിൻ്റെ കിതാബ് പറഞ്ഞ ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ അതിർത്തി സംരക്ഷിക്കുക, നമ്മൾ പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക, സൈനിക അഭ്യാസങ്ങൾ നടത്തുക, ശത്രുവിന് ഇങ്ങോട്ട് വരാൻ കഴിയരുത്, ശത്രുവിന് വരണം എന്ന് തോന്നും ചെയ്യരുത്. മുസ്ലിം ഉമ്മത്ത് വളരെ സുസ്ഥിരമായിട്ട് സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കണം. അത് ഭരണാധികാരികളുടെ മേലിൽ നിർബന്ധമാണ്. അത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ചാലേ അവർ വളരെ ഉഷാറാണ് എന്ന് ശത്രുക്കൾക്ക് തോന്നും. അതിനെക്കുറിച്ചാണ് ഫതുഹുൽ മൊയിനും നമ്മൾ ഫിഖിൻ്റെ കിതാബൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയിലൊക്കെ നടത്തുന്നത് അതായിട്ട് കാണാൻ പറ്റുമോ അല്ലേ? ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ ഒക്കെ ഇന്ത്യ ഒരു സെക്യുലർ നാടല്ലേ? നമ്മളിപ്പോൾ ഫതുഹുൽ മൊയിനിൽ പറഞ്ഞ പോലെ നടത്തി എന്ന് പറയണ്ട. അപ്പോൾ എല്ലാ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതെ, നമ്മൾ ഫതുഹുൽ മൊയിനിൽ നമ്മൾ ഇസ്ലാമിക രാജ്യം അഥവാ നിലവിൽ വരികയാണെങ്കിൽ തന്നെ ഇസ്ലാമിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര സ്ഥാനങ്ങളുണ്ടാവും, ഭയങ്കര മാനങ്ങളുണ്ടാവും, ഒരുപാട് പൊസിഷനുകൾ കിട്ടും. എന്നാൽ കാഫിരീങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പം നമ്മൾ ഖിലാഫത്താണല്ലോ ചർച്ച ചെയ്യുന്നത്. കാഫിരീങ്ങൾക്ക് എന്ത് സ്ഥാനം ഉണ്ടാവുക? നമുക്കറിയാം, ബൈഅിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പറയുന്നത് കാണാൻ പറ്റും, വാള് പോലും ഒരു കാഫിറിന് വിൽക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഫതുഹുൽ മൊയിൻ്റെ കിതാബിലൊക്കെ കാണാൻ പറ്റുന്നത്. വാള് പോലും വിൽക്കാൻ പറ്റാത്ത ഒരാൾക്ക് ആ രാജ്യത്ത് എന്ത് സ്ഥാനം? സിറാജുൽ കുട്ടികളൊക്കെ മഹാബളവന്മാരാ. വാള് പോലും എന്നൊക്കെ പറഞ്ഞാൽ വാള് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള, ആയുധം വിൽക്കാൻ പാടില്ല, അല്ലാതെ വാള് പോലും എന്നല്ല. അപ്പം ഇനി ഓരോന്നും വിൽക്കാൻ പാടില്ല. ഇന്ത്യയിൽ ആയുധം വിൽക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടുന്നെങ്കിലും പോയിട്ട് ഒരു തോക്ക് വാങ്ങിക്കൊണ്ടിരി, ഇന്ത്യയിൽ ആയുധം വിൽക്കാൻ പറ്റുമോ? അപ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ ആയുധങ്ങൾ ആ കത്തി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? കത്തി ഇസ്ലാമിനെതിരെ മുസ്ലിം ഉമ്മത്തിനെതിരെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കത്തിയും വിൽക്കാൻ പാടില്ല. വാള് വേറെന്തെങ്കിലും ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ വിൽക്കാം. അപ്പോൾ മുസ്ഹഫ് വിൽക്കാൻ പാടില്ല, ആയുധങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിൽ ഈ ഉമ്മത്തിൻ്റെ സുരക്ഷ ഉണ്ട്. അത് എല്ലാ നാട്ടിലും ഉള്ളതാണ്. അമേരിക്കയിൽ തോക്ക് വിൽപ്പന പറ്റും, അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് പോലെ അനുഭവിക്കുന്നുണ്ട്. ചുരുങ്ങിയ ഒരു 2-3 മാസം വരുമ്പോൾ ഒരു വെടിവെപ്പോടെ നടക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ അത് നടക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അല്ല, അത് ആയുധ വിൽപ്പന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും, അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റൂല എന്നിങ്ങനെ ഉണ്ടാവാം. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ എല്ലാവർക്കും പറ്റും, ഇന്ത്യയിലാണെങ്കിൽ ആർക്കും പറ്റൂല. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ആയുധ വിൽക്കാം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ സൈനികരാണ്, അതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ ആവശ്യം വരും. വിൽപ്പന പറ്റേ നിരോധിച്ചാൽ പിന്നീട് ആയുധം എവിടുന്നാ കിട്ടുക? അല്ല, അതിപ്പോൾ കാഫിര്യങ്ങളും സൈനികന്മാരായി എടുക്കാൻ പാടില്ല എന്നാണോ? ഇസ്ലാമിക രാജ്യത്തെ ഒരു സൈന്യത്തിൽ കാഫിർ വരാൻ പറ്റൂല പറഞ്ഞാൽ നിർബന്ധിത സേവനാണ്. നമ്മൾ മുസ്ലിങ്ങളല്ലാത്തവരെ നിർബന്ധിത സേവനത്തിന് ബുദ്ധിമുട്ടിക്കൂല. അതേസമയം ഈ രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം,
അവിടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന രീതിയിൽ ശത്രുക്കളാണ് പൊതിഞ്ഞു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമുസ്ലിങ്ങളോടും നമ്മൾ യുദ്ധത്തിന് ഇറങ്ങാൻ പറയും. അല്ലാത്ത സമയത്ത് ഒരു നിർബന്ധിത സേവനം എന്നുള്ള നിലക്ക് ഇത് മുസ്ലിങ്ങളുടെ മേലിലാണ് നിർബന്ധം. ഇനി ഒരു ഭരണാധികാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ അവിടെ ഉപയോഗിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മുസ്ലിങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒരേ തുല്യ സ്ഥാനമാണോ ഇസ്ലാമിലെ ഭരണത്തിൽ? അത് ഈ തുല്യത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരേ സ്ഥാനം, ഇവിടെ പ്രായമുള്ളവർക്കൊരു സ്ഥാനം ഉണ്ടാവും, ഈ വർഷം വന്നവർക്ക് അതിലേറെ കുറച്ച് സ്ഥാനം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത സ്ഥാനങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പം ചില വിഷയങ്ങൾക്ക് അമുസ്ലിങ്ങൾക്കാണ് കൂടുതൽ സ്ഥാനം ഉണ്ടാവുക, ചില വിഷയങ്ങൾക്ക് മുസ്ലിങ്ങൾക്കാണ് സ്ഥാനം ഉണ്ടാകുക. അതുകൊണ്ട് ഈ സോഷ്യൽ എന്താ പറയുക സ്ട്രാറ്റകളെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണുക എന്നുള്ളത് ലോകത്ത് പ്രായോഗികമല്ല. ആ നിലക്ക് ഇസ്ലാമിക സമൂഹത്തിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതേസമയം മനുഷ്യനായി കാണുന്നിടത്തും മാനുഷികമായ പരിഗണന കൊടുക്കുന്നിടത്തും സഹായിക്കുന്നിടത്തും ജോലി കൊടുക്കുന്നിടത്തും ചികിത്സ കൊടുക്കുന്നിടത്തും ഭക്ഷണം കൊടുക്കുന്നിടത്തും ഒക്കെ അമുസ്ലിമും മുസ്ലിമും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ ഒരു രാജ്യ ഭരണകർത്താവിനെ അല്ലെങ്കിൽ ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആ തിരഞ്ഞെടുക്കുന്നതിൽ ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? കാഫിര്യങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? അല്ല, അത് മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അവിടെ കാഫിര്യങ്ങളുടെ ആവശ്യമില്ല. അതും മുസ്ലിം ഉമ്മത്തിൽ ആഹാദുന്നാസ് അല്ല തിരഞ്ഞെടുക്കുന്നത്. ആഹാദുന്നാസ് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെപ്പോലുള്ള ഓരോരുത്തരല്ല തിരഞ്ഞെടുക്കുന്നത്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഉയർന്ന ആളുകൾ, അവരിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച്, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ കഴിയൂലല്ലോ എന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എന്തായാലും കഴിയൂല, പഴയ കാലത്തും കഴിയൂല, കുതിരപ്പുറത്തൊക്കെ വരണ്ടേ. അവിടെ അവരിൽ നിന്ന് വരാൻ കഴിയുന്നവർ ഒരുമിച്ച് കൂടിയിട്ട് ഏറ്റവും യോഗ്യനായ ഒരാളെ ഖലീഫയാക്കുക വേണ്ടിയത്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ദീനും കൂടി നോക്കുന്ന ഒരാളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇയാൾ മുജ്തഹിദാണോ എന്ന് നോക്കണം, ഇയാൾ ഇന്ന ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ കാഫിറിന് അതിൽ റോളില്ലല്ലോ, അതുകൊണ്ട് കാഫിറിന് അഹ്ലുൽ ഹല്ലി വൽ അഖദിൽ പരിഗണിക്കൂല. ഈ ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് ജനാധിപത്യത്തിനോട് എത്രത്തോളം സാമ്യത പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ കൂറ് പുലർത്തുന്നുണ്ട്? ജനാധിപത്യത്തിനോട് നേരെ എതിരല്ലേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം? ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും അധികാരമൊന്നുമില്ല, കുറച്ച് സോക്കോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അഹ്ലുൽ ഹല്ലി വൽ അഖദ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം അതിനുള്ള അവകാശം കൊടുക്കുകയും ബാക്കിയുള്ളവരെ മാർജിനലൈസ് ചെയ്യുന്ന ഒരു രീതിയല്ലേ? എന്താണ് ഡെമോക്രസി? ഡെമോക്രസി ഞാനതിൻ്റെ ഡെഫിനിഷനിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ഒരു കഥ അറിയാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരു കാട്ടിൽ ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ ഭരണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കാട്ടിൽ കുരങ്ങന്മാരും മാനുകളും മുയലുകളും സിംഹവും കടുവയും ആനയും എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ എല്ലാവരും പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇവിടെ ഭരണം നടത്തണം. അങ്ങനെ വോട്ട് നടന്നു. ജയിച്ചത് മാനായിരുന്നു. കാരണം മാനുകളാണ് കുരങ്ങനും ഒക്കെയാണ് ജയിച്ചത്. ഓലായിരുന്നല്ലോ കൂടുതൽ, സിംഹവും പുലിയൊക്കെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ആള് തിരഞ്ഞെടുത്തു, പ്രധാനമന്ത്രിയായി. പക്ഷെ അപ്പോഴാണ് അടുത്ത കാട്ടിൽ നിന്ന് ശത്രുക്കൾ വരുന്നത്. എന്ത് ചെയ്യും? അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഡെമോക്രസി എന്നുള്ളത്, ഇപ്പം പ്രശ്നം മനസ്സിലായില്ലേ? ഇന്ന് നടക്കുന്ന ഡെമോക്രസി എന്നുള്ളതിൻ്റെ പേര് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി അല്ല. ഇതിൻ്റെ പേരാണ് മെജോറിറ്റേറിയനിസം എന്നുള്ളത്. ഭൂരിപക്ഷത്തിന് അങ്ങോട്ട് കൊടുക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ഇപ്പം മതത്തിൻ്റെ പേരിലാണ് കൂടുതൽ സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ് വിഭജിച്ചു നോക്കുക. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് തീരുമാനിച്ചു. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസമുള്ളവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ഒരു ചേരിയിൽ വന്നു, വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ മറുചേരിയിൽ വന്നു. ആരായിരിക്കും ജയിക്കുക? വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് എണ്ണൽ സംഖ്യ നോക്കിയിട്ട് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള ഡെമോക്രസിക്ക് എതിരാണ്, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരാണ്. അത് മെജോറിറ്റേറിയനിസമാണ്. ഈ മെജോറിറ്റേറിയനിസം ഇസ്ലാമിലില്ല.
അതേസമയം ഇസ്ലാം ജനാധിപത്യപരമാണ്. എങ്ങനെയാണ് ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത്? മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ലോകത്തെ ഏറ്റവും നല്ല ശുജായി, ഏറ്റവും നല്ല പണ്ഡിതൻ, ഏറ്റവും നല്ല നസബയുള്ള ആള്, എല്ലാ നിലക്കും ഉഷാറുള്ള ആള്, അവരാരാ തിരഞ്ഞെടുക്കേണ്ടത്? ഉലമാ ഉന്നാസും റുവാസാ ഉന്നാസും. റുവാസാ ഉന്നാസ് പറഞ്ഞാൽ ആരാ? ജനങ്ങളുടെ നേതാവാണ്. അപ്പം ജനങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിനെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞാൽ, ഇന്ത്യയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ചെറിയ രൂപം. ഇന്ത്യയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഈ SLC കഴിഞ്ഞോലും ഡിഗ്രി കഴിഞ്ഞ ഈ പാവപ്പെട്ട ഒരുപാട് MP-മാരും MLA-മാരും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാനും അറിയില്ല, മര്യാദയ്ക്ക് മലയാളം എഴുതാനും അറിയില്ല. ഇങ്ങനെ അവർക്ക് എന്താ അറിയാം? തല്ലാനറിയും, ഭരണത്തിൽ കയറിക്കൂടാൻ അറിയും. ഇതൊക്കെ അറിയുന്നവർ പോയിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. എങ്കിൽ ഇന്ത്യയിലെ ഇന്നാലിന്ന കോഴ്സ് കഴിഞ്ഞവർ, ഇന്ത്യയിലെ ഇന്നാലിന്ന വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കും കൂടി വോട്ട് അനുവദിച്ചാൽ ജനാധിപത്യത്തിന് ഒന്നും കൂടി സ്ട്രോങ് കൂടൂലേ? ഇതാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ ഉലമാ, സമൂഹത്തിലെ ഉലമാ, റുഅസാ, ദുൽ വുജൂഹ്, അതുപോലെ ദുഷൗക്കത്ത് എന്നൊക്കെ പറയുന്ന ഉന്നതമായ ആളുകൾ, അവരെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഒരു വിഭാഗം വിജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവർ കൂടിയിട്ടാണ് ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നിങ്ങൾ പറയൂ, ഈ ജനാധിപത്യമാണോ ഈ ഖിലാഫത്താണോ ഏറ്റവും നല്ലത്? ഇതാണ് യഥാർത്ഥ ജനാധിപത്യം. അപ്പോൾ ഇസ്ലാമിക ഖിലാഫത്താണ് ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യം. ഇന്ന് പറയുന്ന ഡെമോക്രസി എന്നുള്ളത്, ജനാധിപത്യം എന്നുള്ളത്, അത് പേരിൽ മാത്രമേ ജനാധിപത്യമുള്ളൂ. അത് മെജോറിറ്റേറിയനിസാണ്. മനസ്സിലായോ? യെസ്. ഈ ജനാധിപത്യ രാജ്യത്ത് അഥവാ ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഖിലാഫത്തിൻ്റെ മൂല്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് മുറുകെ പിടിക്കാൻ പറ്റുക? എത്രത്തോളം അതിൻ്റെ മൂല്യങ്ങളെ നമുക്ക് കയ്യിലെടുക്കും? ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ത്യയിൽ നിന്നിട്ട് ഒരു ഖലീഫയെയും അംഗീകരിക്കേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമിനൊരു നിയമവുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകത്തിനൊരു ഖലീഫ ഉണ്ട് എന്ന് വെച്ചോളി. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ആ ഖലീഫയ്ക്ക് ഇന്ത്യക്ക് മേലിൽ രാഷ്ട്രീയപരമായ ഒരു ഇതുമില്ല, അധിശത്വോ ഭരണമില്ല. എങ്കിൽ നമ്മൾ ഇവിടുത്തെ ഭരണകൂടത്തെയാണ് അംഗീകരിക്കേണ്ടത്. അല്ലാതെ മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ഭരണാധിപനല്ല. അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. അത് ഇന്ത്യൻ ഭരണഘടനക്കെതിരൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അദ്ദേഹം വല്ല ഇർഷാദാത്തും തന്നാൽ അത് നമ്മൾ ജീവിതത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്കത് പുലർത്താൻ പറ്റുന്നതാണെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതേസമയം ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഭരണഘടനയെയും രാഷ്ട്രനായകന്മാരെയും അംഗീകരിക്കാതെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഖലീഫയാണ് എന്നുള്ള നിലക്ക് മറ്റൊരു ഭരണാധികാരിയെ അനുസരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഖിലാഫത്തിൻ്റെ മൂല്യം ഇവിടുന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധത, ഇങ്ങനെയുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ടല്ലോ ഇസ്ലാമിലുള്ള. ആ മൂല്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കീപ്പ് ചെയ്യാം എന്നല്ലാതെ ആ ഖലീഫയെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ഒരു ഖലീഫ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നില്ലേ? ലോകം മുഴുവനായിട്ട് ഒരു ഖലീഫയാണ് എന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഇങ്ങനൊരു ആശയമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അത് പിന്നെ നമ്മുടെ മറ്റ് രാജ്യങ്ങൾ, പരമാധികാരമുള്ള രാജ്യങ്ങൾക്ക് എതിരെയുള്ളൊരു വെല്ലുവിളി കൂടി ആവൂലേ? അല്ല, ലോകത്തിന് മൊത്തം ഒരു ഖലീഫയെ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് നബി ഇമാമൊക്കെ പറഞ്ഞത്. അതേസമയം നമ്മൾ ഷറഉൽ-അഖായിദിൻ്റെ ഷറഹാണ് നിബ്രാസ്, ഹാഷിയാണ് നിബ്രാസ് എന്നുള്ളത്. അതിൽ തന്നെ മുഖ്താറാക്കിയത് തഅദ്ദുദുൽ ഖുലഫാവ് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇജ്മാനെ എല്ലാവരും അംഗീകരിക്കുന്ന, ഇജ്മാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇജ്മാ അല്ല എന്ന് മനസ്സിലായി. ഇജ്മാ ഉണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ അഭിപ്രായം അനുസരിച്ച് ഇന്നുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളൊക്കെ ഖലീഫയാണ് എന്ന് നമുക്ക് പറയാം. തഅദ്ദുദുൽ ഖുലഫാവ് പറ്റും എന്നുള്ളൊരു വീക്ഷണം അനുസരിച്ച്. അതേസമയം ഒറ്റ ഇമാമേ പറ്റുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലൂടെ ലോകത്തുള്ള മൊത്തം രാഷ്ട്രങ്ങളെയും ഇമാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വാദം ഇസ്ലാമിനില്ല. അങ്ങനെ നമ്മൾ എവിടെ ഇതുവരെ കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പിന്നെ പഴയ കാലത്ത് ചില യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ വരുവോളം ലോകത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. അത് മുസ്ലിം ഭരണാധികാരികൾ മാത്രമല്ല,
ഇനി മുസ്ലിം ഭരണാധികാരികൾ യുദ്ധം ചെയ്യാതെ നിന്നാലുള്ള പ്രശ്നം എന്താ? അവരിങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ സന്ധി ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, അല്ലെങ്കിൽ അവരെ കീഴടക്കുക. ഇത് നിർബന്ധമായിരുന്നു. ഇതിന് നമ്മൾ അറബിയിൽ ഫുതൂഹാത്ത് എന്ന് പറയും. അതാണ് ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ചെയ്തത്. ഒന്നുകിൽ സന്ധി, അല്ലെങ്കിൽ അവരെ കീഴടക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. ആ നിലക്ക് ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചുവെങ്കിലും ലോകം മൊത്തം ഇസ്ലാമിനെ കീഴിൽ കൊണ്ടുവരൽ എന്നുള്ള ഒരു കൽപ്പനയൊന്നും ഇസ്ലാമിലില്ല. അതേസമയം ദഅവത്ത് എല്ലായിടത്തും എത്തിക്കണം എന്നുള്ളൊരു കൽപ്പന ഉണ്ട്. സിയാസത്തു, ഈ റിയാസത്ത് ഉണ്ടല്ലോ, സിയാസ അല്ലെങ്കിൽ റിയാസ എന്ന് പറയുന്ന ഈ ഭരണം, അത് ലോകത്തെല്ലായിടത്തും വേണം എന്നുള്ളൊരു കൽപ്പന ഇല്ല. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടല്ലോ. അതേസമയം ദഅവത്ത് എല്ലായിടത്തും എത്തിക്കണം എന്നുള്ള കൽപ്പന ഉണ്ട് താനും. അതിന് ഭരണം വേണം എന്നില്ലാനും. പിന്നെ മറ്റൊരു സംശയമാണ്, ഇസ്ലാമിൽ പൊതുവെ ഖലീഫയാവാൻ വേണ്ടി ആരും ശ്രമിക്കരുത്, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ശ്രമിക്കരുത് എന്നാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ദ്വാരക്കുന്ന ഒരു ദ്വാരാണ് വജഅൽനാൽ മുത്തഖീന ഇമാമാ. ഈ ദ്വാവും അതും തമ്മിൽ എതിരാവില്ലേ? നമ്മളൊരിക്കലും പറയുന്ന കാര്യമാണ്, ആരും അങ്ങനെ അംഗീകരിക്കാറില്ല. അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്തും ഒക്കെ നമുക്കത് കാണാൻ പറ്റും. അബൂബക്കർ അള്ളാഹു ഉമർ അള്ളാഹുന് ബൈഅത്ത് ചെയ്തു, ഉമർ അള്ളാഹു അബൂബക്കർ അള്ളാഹിന്, അങ്ങനെ രണ്ടാൾ അപ്പുറം പറയുന്നതല്ലാതെ ആരും ഭരണാധികാരികളായി ഏറ്റെടുക്കുന്നില്ല. എന്നാൽ ഈ ഒരു ദുആ അതിനെതിരാവില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്അലിൽ ഇമാറ, അധികാരത്തെ നീ ചോദിക്കരുത്. വഇൻ ഉഅ്തീതഹ അൻ മസ്അലത്തിൻ ഉഇൻത അലൈഹ, ചോദിച്ചിട്ടാണ് നിനക്ക് കിട്ടിയതെങ്കിൽ നിനക്ക് സഹായം ഉണ്ടാവില്ല. ഇനി വൈൻ ഉഅ്തീതഹ അൻ ഗൈരി മസ്അലത്തിൻ, ചോദിക്കാതെയാണ് കിട്ടിയത് എങ്കിലോ നിനക്ക് സഹായം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖിലാഫത്തിനെ ചോദിക്കരുത്. അതുകൊണ്ട് അധികാരം എവിടെയും ചോദിക്കരുത്. ഒരു ക്ലാസ് ലീഡറാണ് പോലും എവിടെയും അധികാരം ചോദിക്കണം. കാരണം ഏത് അധികാരവും ഏത് ഉത്തരവാദിത്വവും, അത് ക്ലാസ് ലീഡർമാർ പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ്. ഏത് അധികാരവും ഉത്തരവാദിത്വവും അത് ആദ്യത്തിൽ മധുരവും പിന്നീട് കയ്പുള്ളതും അവസാനം ഖേദകരവുമായിരിക്കും. അതിഞ്ഞി കേരളത്തിൻ്റെ ഭരണം ഇപ്പം ചിരിക്കുന്നത് പോലെ ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ കയ്പുള്ളതാവും. ലാസ്റ്റ് എത്തുമ്പോൾ ഇപ്പോൾ തോറ്റു എന്ന് പറയുന്ന പോലെ അന്ന് ജയിച്ചു എന്ന് പറയും. അപ്പോൾ അവസാനം നദാമത്തായിരിക്കും. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്. എന്നാൽ ഈ പറഞ്ഞ വജഅൽനാൽ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ളത് ഖുർആനിലെ ആയത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്നെ മാതൃകയാക്കണം എന്നാ. ഇമാമ് ചെയ്യും പോലെയാണ് മൗമൂമ് ചെയ്യുക. ഇമാമ് എന്നുള്ളതിന് അതിനിപ്പോൾ പറഞ്ഞ ഒരു ഇമാമിൻ്റെ അർത്ഥമില്ല. ഇമാമ് ചെയ്യും പോലെയാണ് മൗമൂമ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ഉമ്മത്തിന് മുത്തഖീങ്ങൾക്ക് നീ മാതൃകയാക്കണം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും നല്ല നിലക്ക് നടക്കാനും എന്നെ കണ്ടിട്ട് ഈ ഉമ്മത്ത് നന്നാവാനുമുള്ള ഒരു തൗഫീക്ക്. ഞാൻ നിങ്ങൾ കൂടുതൽ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിച്ചാൽ മതി. പിന്നെ നേരത്തെ ഷർത്തുകൾ ഉണ്ടതോടെ കൂട്ടത്തിൽ ഖുറൈശി ആവണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഹബഷി ആയ അടിമയാണെങ്കിലും നിങ്ങളുടെ ഭരണാധികാരിയായി ഖലീഫയായിട്ട് വരികയാണെങ്കിലും നിങ്ങൾ അവനെ അനുസരിക്കണം എന്ന് ആശയം ഉള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഹദീസിലൂടെ പറയുന്നത് അടിമകൾക്കും ഭരണാധികാരിയാകാം എന്നാണല്ലോ. എന്നാൽ ഭരണാധികാരികളുടെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണല്ലോ ഈ സ്വതന്ത്രനാവുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലടക്കം അടിമ സാമ്രാജ്യം ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് ഖിലാഫത്ത് തന്നെയാണോ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അനുസരിക്കണം എന്ന് പറയുന്നത്? ഈ വലൗകാന അബ്ദൻ ഹബശിയൻ എന്നാണ് ഹദീസിലുള്ളത്. അതൊക്കെ നമ്മൾ ഓതുന്നതാണ്. അപ്പോൾ ഈ ബാബു ലവ് എന്ന് പറയുന്ന ഒരു ബാബുണ്ടല്ലോ ഇവിടെ അൽഫിയിലൊക്കെ. അപ്പോൾ ഈ ലവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇസ്ലാമിൽ ഖലീഫയെ നിയമിക്കാൻ മൂന്ന് വഴികളുണ്ട്. ഒന്ന് ബയ്യത്ത്, അഹ്ലുൽ ഹല്ലി വല്ലക്കതൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരാളെ ബയ്യത്ത് ചെയ്യുന്നു. രണ്ടാമത്തേത് ഇസ്തിഖ്ലാഫ്, ഷർത്തുകളൊക്കെ ഒത്ത ഒരു ഖലീഫക്ക്, ഷർത്തുകളൊത്ത ഖലീഫക്കേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഷർത്തുകളൊക്കെ ഒത്തൊരു ഖലീഫക്ക് തൻ്റെ പിൻഗാമിയായ ഒരാളെ വെക്കാം.
ഖുലഫാഉർ റാഷിദീങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തിഖ്ലാഫ് ചെയ്യുക ചെയ്തത്. ഇനി മൂന്നാമത്തേതാണ് തഗല്ലുബ് എന്ന് പറയുന്നത്, വിപ്ലവത്തിലൂടെ ഭരണം ഏറ്റെടുക്കുക. അങ്ങനെയാണ് മുസ്ലിം ലോകത്ത് കൂടുതലും വന്നത്, വിപ്ലവത്തിലൂടെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തഗല്ലുബിലൂടെ വന്നാലും ആ ഭരണാധികാരിയെ അംഗീകരിക്കണം. അതുകൊണ്ട് മംലൂക്കുകൾ വന്നു, അടിമവംശം. മംലൂക്ക് പറഞ്ഞാൽ തന്നെ അടിമ എന്നാണ്, അടിമവംശം എന്നാണ് മലയാളത്തിൽ പറയുക. അവിടെ കൊലക്ക് അടിമകളായിരുന്നു, പിന്നീട് ഉടമകളായതാണ്. ഇങ്ങനെ പലരും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അംഗീകരിച്ചോളണം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ വരണം എന്നല്ല. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ പിടിച്ചടക്കിക്കൊണ്ട് ഒരു വിഭാഗം നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ രാജ്യം കീഴടക്കുകയാണെങ്കിൽ, അങ്ങനെ കീഴടക്കി കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കി കഴിഞ്ഞു. ആ ബ്രിട്ടീഷുകാർ കീഴടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? സ്വാതന്ത്ര്യ സമരം നടത്തുകയാണ്. ആ സ്വാതന്ത്ര്യ സമരം നടത്തിയ മുസ്ലിമീങ്ങളെ നമ്മൾ ഭയങ്കര ഉഷാറാക്കി കാണുകയും ചെയ്യണം. അപ്പോൾ ഇത് ഈ പറഞ്ഞതിനോട് എതിരാവില്ലേ? കാരണം ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഓൾറെഡി ഭരണം സ്ഥാപിച്ചു കഴിഞ്ഞു. അവരുടെയാണ് പോലീസ്, അവരാണ് എല്ലാ നിയമങ്ങളും നടപ്പിലാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരായി അല്ലെങ്കിൽ ഔലിയാക്കന്മാരായി പരിചയപ്പെടുത്തുന്ന പലരും ഇതിനെതിരെ തിരിയുന്നതായി കാണാൻ സാധിക്കും. അതെങ്ങനെ വായിച്ചത്? ഒരു വിവാദ വിഷയമാണ്. എങ്കിലും എൻ്റെ നിലപാട് ഞാൻ പറയാം. ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരിക്കലും ഇവിടെ അവരുടെ ഭരണം സുബൂത്തായിട്ടില്ലായിരുന്നു. ഭരണം സുബൂത്തായ ഒരു സ്ഥലത്ത് മുസ്ലിം ഉമ്മത്തിനെ കുരുതിക്ക് കൊടുത്തിട്ട് ഭരണാധിപന്മാർക്കെതിരെ ഇറങ്ങേണ്ടതില്ല. നമ്മൾ പറയണത് ഖിലാഫത്തിനെ കുറിച്ചാട്ടോ. ഇനി ഖിലാഫത്തല്ലാത്ത മുസ്ലിങ്ങൾ ഭരണത്തിൽ വന്നാലും തന്നെയാണ് നിയമം. വെറുതെ പോയിട്ട് ചാവാൻ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതേസമയം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെങ്ങനെയായിരുന്നു? അവരോട് വന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ ഒരു ജനങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഉലമാ അവർക്കെതിരെ ഇറങ്ങിയത്. അതേസമയം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബ്രിട്ടീഷുകാരെ ഭരണാധികാരിമാരായിട്ട് സമ്മതിക്കുകയും അവരുടെ ഭരണത്തിന് ഇസ്തിഖറാർ ഉണ്ടാകുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ഉലമാ ഇറങ്ങൂലായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ചെയ്തത് പിടിച്ചെടുക്കലാണല്ലോ. അതൊരിക്കലും ഒരാൾ അംഗീകരിക്കില്ലല്ലോ. തഗല്ലുബിലൂടെ വന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സിറിയയിൽ എന്തായിരുന്നു അയാളെ പേര്? ഐസിസിൻ്റെ നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദി. അദ്ദേഹം തഗല്ലുബിലൂടെ വന്നു എന്നാണ് ചിലരൊക്കെ പറയുക. അവിടെ ഒരു പള്ളിയിൽ വന്ന് കണ്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ഖലീഫ. ഇതുപോലെ ഓരോരുത്തരും ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് തഗല്ലുബിൻ്റെ വാദിച്ചു എന്നുള്ളത് കൊണ്ട് തഗല്ലുബാകുന്നില്ല. തഗല്ലുബിലൂടെ വരികയും എന്നിട്ട് ഭരണത്തിന് ഇസ്തിഖ്റാർ ഉണ്ടാവുകയും ചെയ്യണം. ആ ഇസ്തിഖ്റാർ ഇല്ലാത്ത കാലത്തോളം നമ്മളവരെ അംഗീകരിക്കൂല. നമ്മൾ സമയം ഇങ്ങനെ അതിക്രമിച്ചതുകൊണ്ട് നിർത്താൻ തോന്നുന്നു. അവസാനമായിട്ട് നമ്മുടെ ഇസ്ലാം സർവ്വലൗകികമാണ് എന്നാണല്ലോ പറയുന്നത്. ഏത് കാലത്തിനും ഏത് സമയത്തിനൊക്കെ പറ്റിയ സാധനമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഖിലാഫത്ത് നമുക്ക് സാധ്യമാകാത്തത്? നമ്മൾ നടപ്പിലാക്കണമെന്നല്ല പറയുന്നത്, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ അത് നടപ്പിലാക്കാൻ സാധ്യമാകാത്തത്? സർവ്വലൗകികമാണെങ്കിൽ അതിപ്പോൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ലൗകികം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ലോകത്ത് എപ്പോഴും ഉണ്ടാവണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇസ്ലാം ഒരു ഖിലാഫത്ത് മാത്രമൊന്നുമല്ല പഠിപ്പിച്ചത്, ലക്ഷം കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ലോകത്ത് എക്കാലവും ഉണ്ടാവണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഏത് കാലഘട്ടത്തിനനുസരിച്ചും ഇസ്ലാമിലൊരു നിയമമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഖിലാഫത്ത് സ്ഥാപിക്കേണ്ട സാഹചര്യമാണ്, അങ്ങനെ പല്ലട്ടോ, അതിനുണ്ടാകണം എന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. ഇങ്ങനെ ഏത് സാഹചര്യത്തിനും ഏത് സന്ദർഭത്തിനും പറ്റിയ നിയമമുണ്ട് എന്ന സാർവലൗകികം എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ലാതെ അന്ന് പറഞ്ഞ ഒരൊറ്റ നിയമം, ആ നിയമം ഖിയാമത്ത് നാൾ വരെ എങ്ങനെ നിന്നു പോകണം എന്ന് സാർവലൗകികത്തിന് അർത്ഥമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ടോ? മനസ്സിലായില്ലേ? ചില വിമർശകർ പറയുന്ന ഒരു കാര്യമാണ്, ഇസ്തിഖ്ലാഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഇസ്ലാമിലുള്ളത് ഉണ്ടായത് കൊണ്ടാണ് ശരിക്കും ഈ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ കുടുംബ സ്വത്തായിട്ട് ഈ ഖിലാഫത്ത് മാറുകയും അവസാനം നശിച്ചു പോവുകയും ചെയ്തത് എന്ന് പറയാറുണ്ട്. ഇസ്തിഖ്ലാഫിനും ഒരുപാട് ശുറൂത്തുകളുണ്ട്, അതറിയാത്തതുകൊണ്ട്. അപ്പോൾ തുഹ്ഫൻ്റെ 9-ാം വാള്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ പറയുന്നുണ്ട് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം മര്യാദക്ക് ഖിലാഫത്ത് ഇവിടെ നടന്നിട്ടില്ല. കാരണം എന്താ? ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് നടന്നു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അത് നബി തങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഇസ്ലാമിക ലോകത്തിനൊരു മോശമൊന്നുമല്ല. അൽ ഖിലാഫത്തു 30 സന,
ഷറലൊക്കെ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഖിലാഫത്ത് എന്നുള്ളത് അത് 30 വർഷം മര്യാദക്ക് ഉണ്ടാവൂ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ കാലഘട്ടം കൂടി ഇസ്ലാമിക നിയമങ്ങളുടെ പ്രായോഗിക കാലമാണ്. നബി തങ്ങൾ ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചു, അതൊക്കെ പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ഭരണാധികാരികൾ പല ജാതി കാര്യങ്ങൾ, ഇതൊന്നുമല്ല എന്തെല്ലാം ചെയ്തു കൂട്ടി, ആരൊക്കെയോ കൊന്നു, എന്തെല്ലാം ചെയ്തു, അതിനൊന്നും മുസ്ലിം ലോകം ഉത്തരവാദികളല്ല. അപ്പോൾ ഇസ്തിഖ്ലാഫ് എന്ന് പറഞ്ഞാൽ ഷർത്ത് ഒത്ത ഒരു ഖലീഫ ഷർത്ത് ഒത്ത മറ്റൊരു ഖലീഫയെ നിയമിക്കുന്നതിനാണ് പറയുക. അല്ലാതെ എന്തല്ല ആരെങ്കിലും പിടിച്ച് മക്കളെ പിടിച്ചോ മറ്റോ ആക്കുന്നതിനല്ല.